അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് പഠിപ്പാട്ടി കൊണ്ടുള്ളത് വലാ തഖാഫൂ വലാ തഹ്സനൂ വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങമേ ഉന്നത സ്ഥാനത്തിലുള്ള എപ്പോണ്ട് കേട്ടെങ്കിൽ നിങ്ങൾ മുഅ്മിനായെങ്കിൽ മാത്രം നിങ്ങൾ മുഅ്മിനായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നിരന്തരം നിങ്ങളെ മേലുണ്ടാവടോ. കേട്ടിടിക്കൊരു ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ ക്രൈസ്തവ മിഷനറിടങ്ങളെ വിട്ടേക്ക് വാദപ്രതിവാദത്തിക്ക് പോയ സന്ദർഭം 2 നാളും 3 നാളും നിരന്തര വാദപ്രതിവാദം നടക്കട്. അങ്ങനെ സുറിയാനി ഭാഷയിൽ നിന്ന് ബൈബിളെല്ലാം പറുത്ത് പൊളുകു തുടങ്ങിയിട്ട് അതിൽ നിന്നെല്ലാം ഓരോ വിഷയത്തെ എടുത്ത് വാദപ്രതിവാദം തുടങ്ങട്. ക്രൈസ്തവൻ മിഷനറിയുടെ പുരോഹിതന്മാര് ഇംഗ്ലണ്ടിലെയും അതേപോലെ റോമുടെയും പണ്ട് ഫാദർമാര് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമായുടെ ഒരു പളക്ക കേട്ടറ്. നിങ്ങളെ പരിശുദ്ധ ഖുർആൻ ചെന്നോണ്ടുള്ളൊരു പളക്കമുണ്ടു. അല്ലാഹു ചെന്നങ്ങ ഹയാവണോ ഹയാത്താക്കിടവണോ അവണ് മരിപ്പാട്ടകു ശക്തി ഇന്നവണോ മരിപ്പാട്ടതും ഹയാത്താക്കടതും അല്ലാഹു അല്ലേട്ട് മാത്ത് കേട്ടപ്പോ ഒക്കൂണ്ട് ചെന്ത് ശംസുൽ ഉലമാ അല്ലാഹു അല്ലാതെങ്കും ഹയാത്താക്കും മരിപ്പാട്ടകും ആവില്ലല്ലേ. അപ്പൊ അല്ലാഹു ചെന്നങ്ങ ഹയാത്തിടവണോ മരിപ്പാട്ടവണോ ഒക്കൂണ്ട് ചെന്നപ്പോ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാടെ ഫാദർമാര് കേട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ. അങ്ങനെയുണ്ട് കണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചങ്ങളെ ഹയാത്താക്കിര് ചെല്ലത് നിങ്ങളെ ഖുർആനെ ചൊന്നോണ്ടില്ലേ. അതേ ശംസുൽ ഉലമാ ചെല്ലട്. അങ്ങനെ കണ്ടെങ്കിൽ മരിച്ചങ്ങളെ ഹയാത്ത ഈസാ നബി അലൈഹിസ്സലാം ആക്കിരുണ്ട് കണ്ടെങ്കിൽ മരിച്ചങ്ങളെ ഹയാത്താക്കട ശക്തി അള്ളാഹു ഉള്ളതുണ്ടല്ലേ നിങ്ങൾ ചൊന്നോണ്ടുള്ളത്. അപ്പൊ മരിച്ചങ്ങളെ ഹയാത്താക്കിയ ഈസാ അലൈഹിസ്സലാം എങ്ങനെ നബിയാവണത്? ഈസാ ചെല്ല ആള് അള്ളാഹു അല്ലേ, അത് ദൈവ അല്ലേ? ദൈവത്തിന് മാത്രല്ല മരിച്ചങ്ങളെ ഹയാത്താക്കുക അവിടത്. അതുകൊണ്ട് ഈസ ദൈവമായിട്ട് വേണ്ടേണ്ട് കേട്ടപ്പോ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ നേരെ ഉത്തര ചെന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും ശക്തി ഉള്ളവണോ, എല്ലാത്തിനെയും നിയന്ത്രണാക്കിടവണോ, ആർക്കും എന്തും എങ്ങനത്തെ ശക്തിയും കൊടുക്കുക തരുവണോ. കടലുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കടിമേളാക്കുക തരട്, ഈ ഭൂമിയുടെ ഇല്ലാണ്ടാക്കുക അല്ലാഹു തരട്. എന്തും ശക്തി ഇന്നവണ പടചതമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ശക്തി കൊടുത്താണ്ട് കണ്ടെങ്കിൽ ആ ശക്തി നമുക്ക് എന്തും ആക്കുക അവിടോ. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് പ്രത്യേക ശക്തി കൊടുക്കൂടാ. ആ ശക്തിയുടെ കാരണത്തിലായിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്ലാം ദീനയുടെ ശക്തിപ്പെടുത്തക്കും അതിനെ സ്ഥാപിതാക്കുവാനായിട്ട് കൊടുത്ത മോജിസത്തായിട്ട് പടച്ച തമ്പുരാന്റെ കുതിരത്തായിട്ട് കിടത്. ആ സന്ദർഭത്തിൽ ഫാദർമാർ ശംസുൽ ഉലമാടെ വിട്ടേക്ക് കേട്ടറ്. അങ്ങനെയായിട്ട് കണ്ടെങ്കിൽ നിങ്ങൾ ഉമ്മല്ലാഹുടെ പരിശുദ്ധ ഇസ്ലാമിയുടെ പ്രചാരാക്കിട ആളല്ലേ, അതിനെ സംരക്ഷണാക്കിട ആളല്ലേ, അത് പഠിപ്പാട്ടി കൊടുക്കൊരു ആലിമല്ലേ. അങ്ങനെയായിട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്കും മരിച്ചങ്ങളെ ഹയാത്താക്കു തീറാണ്ട് കേട്ടപ്പോ ഒട്ടിക്കുന്ന സകലമാണ് മുസൽമാന് പേടിച്ച് പറക്കുക തുടങ്ങിയ പടച്ചവനെ എന്തിര ചൊല്ലിരിക്ക് ചെന്നിട്ട് ശൈഖുനാ ശംസുൽ ഉലമാ ചെന്തതേ നക്കും തീറു നന്റെ റബ്ബ് നക്ക് ശക്തി തന്നെ നക്കും മരിച്ചങ്ങളെ ഹയാത്താക്കുക തീറുണ്ട് ചെന്നപ്പോ അതിരക്കാണപ്പുറത്ത് പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ടായില്ല. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ വാദപ്രതിവാദം കഴിഞ്ഞാൽ പിന്നെ റൂമുക വന്നപ്പോ ശിഷ്യന്മാർ പോയ ആലിമീങ്ങള് പോയിട്ട് കേട്ട ഉസ്താദേ അകസ്മാത്ത് അങ്ങമോത്ത് നിങ്ങളെ മുട്ട ചകത്തെ കൊമ്പന്ന് ബീച്ചിട്ട് ഇതിലൊന്ന് ഹയാത്താക്കുറു ചന്ദ്രങ്ങ് നിങ്ങൾ എന്താ കാന്തർ ഉസ്താദേണ്ട് കേട്ടപ്പോ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദഹു ചെല്ലടോ നന്റെ പിരിസത്തെ ഉസ്താദന്മാരെ ചങ്ങായിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചെന്നോണ്ടുള്ളത് വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനായ ആളും മാറ്, സത്യവിശ്വാസിയായ ആളും മാറ്, പടച്ച തമ്പുരാന്റെ ദീനനുസരിച്ച് ജീവനം നടത്തുന്ന ആളും മാറ്, അങ്ങളെ സഹായാക്കട കർത്തവ്യം ഞങ്ങളെ ഒട്ടിക ഉള്ളത് ചെന്നത് പടച്ച തമ്പുരാന് ചെന്നത്.
നാണ് അവിടെ പോയിട്ട് വാദപ്രതിവാദാക്കിരങ്ക് നാണെ പളക്ക പറഞ്ഞിരങ്ക് ഇത് പരിശുദ്ധ ഖുർആനക്ക് വേണായിട്ട് അള്ളാഹുടെ ദീനുടെ ശക്തിപ്പെടുത്തുക വേണായിട്ട് ഇസ്ലാമുടെ വിട്ടു മനുഷ്യന്മാർ മുർത്തദ്ദാവുടേക്ക് വേണായിട്ട് അതിക്ക് വിരുദ്ധമായിട്ട് അള്ളാഹുടെ ദീനുടെ സംരക്ഷണക്ക് വേണമെന്നാണ് പളക്ക പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കസ്മാത്ത് ഫാദർമാർ അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതന്മാർ ചകകം വന്നിട്ട് ബേചരിദ്ര ഹയാത്താക്കുറുകൊണ്ട് ചെന്നിട്ടിന്നരങ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയാത്താക്കട ശക്തി അല്ലാഹു നക്ക് തറാന്ത കോഴിയുടെ മുള്ളോട് കൂക്കെന്ന് ചെന്നോവർ കൂശാതെ കൂക്കി പാറപ്പിച്ച് വിട്ടോവർ ചത്തേ ചാകത്തിന് ജീവാനിടിച്ചോവർ ചാകും കീലാശത്തെ നന്നാക്കി വിട്ടോവർ. ബഹുമാനപ്പെട്ട ശൈഖ് സയ്യിദുനാ ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ റളിയല്ലാഹു തആല അൻഹുടെ ചരിത്രത്തിലുള്ള നിങ്ങൾ കേട്ടതല്ലേ, ചത്ത കോളിയുടെ മുഖത്ത് അറുത്തിട്ട് ഇറച്ചി തിന്നിട്ട് എറിഞ്ഞ മോള് കോളിയുടെ മുള്ളിടെ റാസി വെച്ചിട്ട് എണിച്ച് പാറിട്ട് ചെന്നപ്പോ അത് കൂക്കി ഓടിയ ചരിത്രം നിങ്ങൾ കേട്ടതല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കന്മാർക്ക് മോജിസത്ത് കൊടുത്തതുപോലെ ഔലിയാക്കന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് ഉദ്ദേശിക്കുന്ന ശക്തിയുടെ പടച്ചതമ്പുരാന് കൊടുകൂടാ. ചെന്നോണ്ടുള്ളത് മുഅ്മിനായ ആളന്മാർക്ക് അല്ലാഹുടെ സഹായം നിരന്തരം ഉണ്ടാവുള്ളൂ. നിങ്ങൾ നോക്കിയുള്ള ഒരു 5 വക്ത് നിസ്കാരത്തിൽ മിനിമം നങ്ങ 10 മിനിമം നങ്ങ പൂണേകൾ പെട്ട ഒരു പളക്ക ചെല്ലട ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിന്റെ നിക്ക് മാത്രം നങ്ങ ആരാധനാക്കട, അല്ലാഹുവേ നിന്റെ മാത്രം നങ്ങ സഹായത്തെ കേക്കട, ചന്ദ്രപ്പടചതമ്പുരാന്റെ നങ്ങ സഹായത്തെ കേക്കട. നാളിൽ മിനിമം പൂനേളുപെട്ട പടചതമ്പുരാന്റെ നങ്ങ സഹായത്തെ കേക്കട. അതേപോലെ ഉറങ്ങട സന്ദർഭത്തിലും നങ്ങ സഹായത്തെ കേക്കട. ഇത്ര സന്ദർഭത്തിലും വയ്യാക നസ്തഈൻ ചന്ദ്രപ്പടചതമ്പുരാന്റെ സഹായത്തെ കേക്കട. ഇണ്ട് നങ്ങ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം കിട്ടിയോണ്ടുണ്ടാ. ചിന്തനാക്കണായി ബിസിയല്ലര്. നിങ്ങൾ നോക്കിയുള്ള ഒരു പരിശുദ്ധ മുസ്ലിമേ ഈ ദുനിയാവിലുണ്ട് യാറെ സമസ്യ ഇവിടെ ഉണ്ട് നോക്കിയുള്ളോ. ക്രൈസ്തന്മാരെ ക്രിസ്ത സഹോദരന്മാർ ജീവൻ നടത്തുന്ന 100 കണക്കുകള് രാഷ്ട്രമുണ്ട് ഈ പ്രപഞ്ചത്തില്, ഈ ഭൂലോകത്തില്. 100 കാണയാറ് 150 കാണയാറ് മുസ്ലിം രാഷ്ട്രമുണ്ട് ഈ പ്രപഞ്ചത്തില്. മനുഷ്യ എല്ലാ മുസീബത്തും എല്ലാ ആഫത്തും എല്ലാ ഫിത്നയും എല്ലാ ഫസാദും എല്ലാ ചോര ഉൾപ്പെടുതും എല്ലാ കോലാഹലവും നടന്നുകൊണ്ടുള്ളത് എവിടെയുണ്ട് നോക്കിയുള്ളോ. എല്ലാ മുസ്ലിം രാഷ്ട്രത്തിലും സമസ്യ സിരിയത്തെ അവസ്ഥ നോക്കുന്ന ഫലസ്തീന്റെ ചരിത്രം നോക്കിയുള്ളൂ നിങ്ങ. അതേപോലെ പരിശുദ്ധ മുസ്ലിമേ മിസ്രയുടെയും ഈജിപ്തിയുടെ ചരിത്രം നോക്കിയുള്ളൂ നിങ്ങ. ഇറാനുടെയും ഇറാഖിയുടെ ചരിത്രം നോക്കിയുള്ളൂ നിങ്ങ. അഫ്ഗാനിസ്ഥാനത്തെ ചരിത്രം ഇത് നോക്കിയുള്ളൂ നിങ്ങ. അതേപോലെ പരിശുദ്ധ മുസ്ലിമേ ചുറ്റുഭാഗത്തിൽ നിന്ന് ആഫ്രിക്കൻ ഖണ്ഡത്തെ വിവിധ റായത്തെ ചരിത്രം എടുത്ത് നോക്കിയുള്ളൂ നിങ്ങ. എവിടെ നോക്കുമ്പോഴത്തേക്കും സമസ്യയുടെ മേളിലെ സമസ്യ, എവിടെ നോക്കുമ്പോഴത്തേക്കും കൊലയുടെ മേള് കൊലയും കൊള്ളയും ഉള്ളൂട്ടിയും അക്രമവും നടന്നോട്ടത് മുസ്ലിമിനക്ക് വിരുദ്ധമായിട്ട്. ഒന്നാമത്തത് ഞങ്ങളെ റായത്ത് ഉൽഗത്തിലെ ഞങ്ങളെ ഉൽഗത്തിലെ ഇടിപിടിയും ഗലാട്ടയും കുളുമാള്. രണ്ടാമത്തത് പറത്തറായത്തെ ആളും മാറി വന്നിട്ട് ഞങ്ങളെ തിണ്ടി തീർത്തുകൊണ്ടുള്ളത്, ഞങ്ങളെ സമ്പത്ത് ലൂട്ടിക്കൊണ്ടുള്ളത്. ആയെങ്കും ഈ സമുദായത്തിന് ബുദ്ധി പണ്ടേ ഇല്ല അല്ലേ. മുസ്ലിം എവിടെയുള്ള അവിടെ എല്ലാമത്തും സമസ്യ. എന്റെ കാരണം ഇസ്ലാം കാരണല്ല, ബദൽക്ക് നങ്ങ കാരണം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. നീനാക്കെ നിന്റെ കർമ്മഫലമായിട്ട് നീ അനുഭവിച്ചുകൊണ്ടുള്ളത്. പടച്ചതമ്പുരാന് പരിശുദ്ധ ഖുർആനിൽ ചെന്നോണ്ടുള്ളത്. കടലിലും കരയിലും ക്ഷോഭയുണ്ടാവണത്, ഫസാദ് ഉണ്ടാവണത്, അക്രമം ഉണ്ടാവണത്, അനീതി ഉണ്ടാവണത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നോണ്ടുള്ളത് നീനാക്കെ കർമ്മഫലമായിട്ടിക്കട്. നീനാക്കത് അനുഭവിച്ചോണ്ടുള്ളനെയാണ്. നീനാക്കെ സ്വറത്തിലായിട്ടിക്കട പടച്ചറബ് സകലമാണ് മുസീബത്തും നിക്ക് ഇറക്കിയോണ്ടുള്ളത്. നോക്കു മുസ്ലിമേ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമാധാനത്തിലെ സുന്ദരമായ രീതിയിൽ ജീവനം നടത്തിയിട്ട്, സംശുദ്ധമായ രീതിയിൽ ജീവനം നടത്തിയിട്ട് സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിടെ മക്ക ഫിത്ന ഉണ്ടാക്കിയറ്. എലോണും മൂത്തോനും അടിപിടിയാക്കിയറ്. എലോണും മൂത്തോണ്ട് അടിച്ചു കൊന്നത്തോ. അതേപോലെ ഫസ്റ്റ് ഭൂമിയിൽ നടക്കുന്ന ഫസ്റ്റ് കൊലപാതകമായിട്ട് കിട്. അതിൽ പിന്നെ കുറെ ടൈം കഴിഞ്ഞ് പിന്നെ റായത്തിലെ ഫിത്നയും ഫസാദും തുടങ്ങി തതിര് പേരുകള്. കുറെ ടൈം കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ശീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിടെ പോലോത്ത് നൂഹ് നബി
അലൈഹിസ്സലാത്തു വസ്സലാമുടെ പോലത്തെ അമ്പിയാക്കന്മാരെ പടച്ച തമ്പുരാന് കടത്തുക. ആ അമ്പിയാക്കന്മാരാക്കിയ സ്വറേന്ദ്രേണ്ടി കേട്ട അനാചാരത്തിലും അക്രമത്തിലും മുങ്ങി കുളിച്ചുകൊണ്ടുള്ള ഒരു വർഗത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്ത് തിരങ്ങ കാട്ടിക്കൊടുത്തത്. ആളുമാര് പരിശുദ്ധ ഇസ്ലാമുക്ക് ഇങ്ങനെ കടന്നു പുറകു തുടങ്ങിയത്, പ്രായത്തിൽ സമാധാനം ഉണ്ടാവുക തുടങ്ങിയത്, പടച്ച തമ്പുരാനുക്ക് സുജൂദിട്ടവണ പരിപൂർണമായിട്ടും മുഅ്മിനായിട്ട് സുജൂദിടക്കു തുടങ്ങിയ അല്ലാഹുക്ക് സുജൂദിടങ്ങളെ കൂട്ടത്തിൽ ഖൽബുൽ നിഫാഖില്ല, ഹസദില്ല, ഫസാദില്ല, വഞ്ചനയില്ല, അഹംഭാവമില്ല, കിബറില്ല, ബഡ്ഡിയില്ല, ഹറാമിയത്ത് ഏതും പടച്ച തമ്പുരാനുക്ക് സുജൂദിടവണില്ല. അങ്ങനത്തെ ആളുമാരെ ശത്രുടൊന്ന് തൊടുക വന്നപ്പോ അങ്ങനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടെ പടച്ച തമ്പുരാനുക്ക് ഇബാദത്ത് എടുക്കണവണോ അങ്ങനത്തെ അവിടെ തൊടുക ശത്രുവായ ആളുമാറ് വന്നപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അല്ലാഹു തആല ചൊല്ലുന്ന ഫസ്നഇൽ ഫുൽക, നീ കപ്പലുണ്ടാക്കണോ. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജൂദി പർവ്വതത്തെ മേൽ അങ്ങനെ കപ്പലുണ്ടാക്കട. അങ്ങനെ കപ്പൽ നിരന്തരം 40 വർഷവും 2 വർഷത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. വർഷഘട്ടല പണിയെടുത്തിട്ട് ഗുഡ്ഡയുടെ പർവ്വതത്തെ മേൽഭാഗത്തിലെ കപ്പലുണ്ടാക്കട. ചരിത്രം നിങ്ങൾ കേട്ടത് ചുമ്മ വിശദീകരിക്കില്ല മുസ്ലിമേ. ആ സന്ദർഭത്തിൽ ഡോങ്കിയാക്കിയ പരിസരത്തിൽ പുഴയില്ല, പരിസരത്തിൽ കടയില്ല, കടലില്ല, കര സമയത്ത് ഇല്ലാത്ത ആറായത്തെ മേള പർവ്വതത്തെ മേളിൽ കപ്പലുണ്ടാക്കടറ. എല്ലാരും ഡോങ്കിയാക്കിയത് ചിരിച്ചത് തമാശാക്കിയത്. ഞങ്ങൾ മുന്നുളി ചെന്നോണ്ടുള്ള നൂഹുക്ക് പിറാന്ത് ചെന്നിട്ട് ഇപ്പൊ കൊന്തായില്ലേ എല്ലാരും കപ്പലുണ്ടാക്കണത്, ബോട്ടും ഷിപ്പുണ്ടാക്കണത്. അത് തണ്ണിന്നെതിരെ പ്രദേശത്ത് തണ്ണിന്ന ജാഗകളല്ല, കടലുടെയും അതേപോലെ പുലയുടെ അറുകളല്ല ഓടെല്ലാം ഉണ്ടാക്കണത്. ഈ മനുഷ്യൻ കണ്ടെങ്കിൽ ചുറ്റുഭാഗത്തിലൂടെയും കടലും ഇല്ല, പുഴയുമില്ല. അങ്ങനത്തെ കാല് കുട്ടകാട് പ്രദേശത്ത് അതും പർവ്വതത്തെ എത്രത്തെ ഭാഗത്തിൽ കപ്പലുണ്ടാക്കിക്കൊണ്ടുള്ള ആ കപ്പലുടെ കീഴങ്ങനെ കൊമ്പണ്ടത്, കൊമ്മന്ത്രി ഏത് തണ്ണി കിട്ടത്. ഇങ്ങനെ പരസ്പര തമാശയും ചിരിയും കളിയുമായിട്ട് ആളും മാറത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചൊല്ല, നൂഹ് നബിയേ ഉത്തര കൊടുക്കണ്ട, വാദപ്രതിവാദത്തിൽ കിളിയണ്ട, ചർച്ച കണ്ട. അങ്ങ് ചെല്ലത് ചെന്നോട്ടിക്കിട്ട് നിങ്ങളെ പണി ആക്കിയോണ്ട് പോറു ചെന്നിട്ടോ. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലുടെ പണിയെല്ലാം പൂർത്തിയായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പാട്ടെ ദീർഘ ചരിത്രയത്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലട്, ഖാല ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വ നഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. അല്ലാഹുവേ രാത്രിയും പോലും ജാവും പോലും നാണെന്റെ ആളുമാറ് അല്ലാഹുവേ നിന്റെ ദീനിക്ക് വേണ്ട ഹിദായത്തിന് തെറുക്കുന്നാണ് വിളിച്ചുകൊണ്ടുള്ള തമ്പുരാന്. നാളെ എത്ര വിളിക്കിടത്ര കാണ സ്പീഡിൽ ദൂരെ ഓടുന്നുണ്ട് തമാശാക്കിടർ തമ്പുരാന് ചെന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കപ്പലുണ്ടാക്കുക ചെല്ലട്. ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ആർക്കും ഉത്തര കൊടുക്കണ്ടാണ്ട് ചെല്ലട്. അതാ ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയിട്ട് മഴ പറകു വേണായിട്ട് അങ്ങനെ മഴ ജോറായിട്ട് 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 എല്ലാ റായ മുങ്ങുക തുടങ്ങിയിട്ട് എത്രത്തോളം പരിശുദ്ധ ഖുർആൻ സമേത പഠിപ്പാട്ട് കൊണ്ടുള്ളത്. ഞങ്ങൾ ഔത്തുൽഗത്തിൽ ചോറും കറിയും ആക്കും പോലെ ഇല്ല, ആഹാറാക്കും പോലെ ഇല്ല. അടുപ്പ് സമേത ഭാഗമായിട്ട് വസറ് പറകു തുടങ്ങിയിട്ട് തണ്ണി പറകു തുടങ്ങിയിട്ട് ഔത്തുൽഗത്തിൽ ദൈക്കട പോലത്തെ പരിസ്ഥിതി ഇല്ല. മനുഷ്യൗത്ര പറുത്തിളിഞ്ഞ എത്രത്തെ പ്രദേശത്ത് പോകു തുടങ്ങിയ പ്രളയ തുടങ്ങിയിട്ട് പ്രളയത്തെ മേലിൽ പ്രളയ ജാവും പോളും മഴ പറകു തുടങ്ങിയിട്ട് ചെടിലും മിന്നും കാത്തും പറകു തുടങ്ങിയിട്ട് ആൾമാറി ആറെ 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 ഇന്ന എത്ര ഇന്ന പർവ്വതത്തേക്ക് പോയിട്ട് മണിച്ചതേക്കു തുടങ്ങിയത്, രക്ഷപ്പെടുക തുടങ്ങിയത്. അങ്ങ് ഏതല്ല പർവ്വതത്തേക്ക് പത്രറാ ഓരോരോ പർവ്വതം തന്നിടെ അടിലാവുക തുടങ്ങിയത്. തഫ്സീറു ഇമാമു തിബ്രി റളിയല്ലാഹു തആല അൻഹു തന്റെ തഫ്സീറിൽ അതൊക്കെ വ്യാഖ്യാനം എഴുതറ്. ദുനിയാവുടെ അതി എത്രത്തെ പർവ്വത ഏത് എന്ന് കേട്ടുക മൗണ്ട് എവറസ്റ്റ് ഹിമാലയ പർവ്വത. ഹിമാലയ പർവ്വതത്തെ മേൽഭാഗത്തിന് സമയത്ത് 4 ഫീറ്റ് തണ്ണി ഇന്ത് ചെന്നിട്ട് അതിരട്ട ദുനിയാവുൾ 1 ഇഞ്ച് ജാഗ സമയത്ത് മുങ്ങാണ്ട് ബാക്കിയില്ല. ദുനിയാവുൾ 1 ഇഞ്ച് ജാഗ സമയത്ത് മുങ്ങാണ്ട് ബാക്കിയില്ല മുസ്ലിമേ. അല്ലേ ഇങ്ങനൊക്കെയുള്ള സൗദി അറേബ്യ ദുബായിലെല്ലാം പോയ കുറെ കൂട്ടത്തിൽ സൗദി അറേബ്യത്തിലുള്ള 1 കിലോ മണ്ണ് കിട്ടല. ഇന്ത്യത്തെ കാണാൻ വലിയ റായ സൗദി അറേബ്യ ചെന്നെങ്കിൽ ജനസംഖ്യ കുറഞ്ഞിട്ട് മാത്രം യാറെ മറുഭൂമി ഉള്ളത്. അവിടെ പോയിട്ട് എങ്ങനെ തേടി നോക്കി തന്നെ കണ്ട 1 kg മണ്ണ് അവിടെ കിട്ടല. കാലപ്പൊയ്യ മാത്രം എവിടെ നോക്കൊരു പൊയ്യം കള്ളു.
അതെങ്ങനെ പൊയ്യുണ്ട് അവിടെ കടലിന്റെ സൈഡും പൊലടറുകളിൽ അവിടെ എങ്ങനെ പൊയ്യുണ്ടായത്? ചരിത്ര പടിപ്പാട്ട് വലിയ വലിയ പർവ്വതത്തെ മേൽഭാഗത്തിലുള്ള തണ്ണിങ്ങനെ ഒഴുകിയിട്ട് ഇളിഞ്ഞു പോകേണ്ട സന്ദർഭത്തിൽ മണ്ണെല്ലാം കൽകി പോയിട്ട് പൊയ്യ അങ്ങനെ ഒഴുകിയത്. അപ്പൊ ഏതോട്ട് വിഷയതല്ല ചെന്നിട്ടുള്ളത്. ദുനിയാവേ മുങ്ങിപ്പോയത് ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മോണു സമയത്ത് കാഫിറായിട്ട് നോണോണ് മുസ്ലിം ആയിട്ടില്ല. അങ്ങനെ കാഫിറായ മോണ്ടല് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ചെല്ലട നിന്റെ കൊണ്ട് രക്ഷപ്പെടുക സാധ്യമില്ല. ഈമാനോടുകൂടെ ഇസ്ലാമിയത്തിലെ നിബന്ധന നിന്റെ കപ്പളുക 10 ചെന്ന ചരിത്രമല്ല നിങ്ങൾ കേട്ടത് ചെമ്മ വിവരണാക്കില്ല വിഷയത്തില്. അങ്ങനെ ബഹുമാനപ്പെട്ട ഖുർആൻ ചെന്നുകൊണ്ട് ബിസ്മില്ലാഹി മജ്രിഹാ വമുർസാഹാ, അല്ലാഹുവിന്റെ നാമത്തിൽ കപ്പളങ്ങനെ മേൽഭാഗത്തിൽ സഞ്ചാറാക്കുക തുടങ്ങിയത്. ജൂതി പർവ്വത സമയത്ത് മുങ്ങിപ്പോയത് മേളിങ്ങനെ കപ്പൾ സഞ്ചാറാവുക തുടങ്ങിയത്. ജാവും പോളും 40 നാളത്തോളം കപ്പളിങ്ങനെ സഞ്ചരിച്ചത് ഭൂമിയുടെ 4 ഭാഗത്തിലും ഹറാറത്ത് പർവ്വതത്തിൽ പോയിട്ട് കപ്പളിലുണ്ടായത് മുസ്ലിമേ ഞാൻ ചെന്നോട്ടുള്ളത് മനുഷ്യ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ഇട്ടോണ്ടുള്ള യഥാർത്ഥ മുസ്ലിം, പടച്ച തമ്പുരാനിക്ക് നിസ്കരിക്കണ യഥാർത്ഥ മുസ്ലിം, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുന്ന യഥാർത്ഥ മുസ്ലിം, ആ മനുഷ്യരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക സഹായം ഉണ്ടാവടോ. അങ്ങനത്തെ ആളുമാരെ തൊട്ട സന്ദർഭത്തിൽ പടച്ച തമ്പുരാന് ശത്രുടങ്ങളെ ഇല്ലാണ്ടാക്കടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയെയും അതേപോലെ നൂഹ് നബിയുടെ ഉമ്മത്തായ സാലിഹീങ്ങളെ ഉപദ്രാക്കണ സന്ദർഭത്തിൽ സകല ആളുമാരത് മോണെങ്കിൽ മോണോ അത് നോക്കിയില്ല, കുടുംബം നോക്കിയില്ല, ബന്ധം നോക്കിയില്ല, സ്വന്തം മോണോ സമയത്ത് തണ്ണിൽ മുങ്ങിട്ട് ഹലാക്കായ. അങ്ങനെ ആയൽ പിന്നെ കുറെ നാള് കഴിഞ്ഞാൽ പിന്നെ ശത്രുക്കളുടെ ബസ്തി ഈ ഭൂമിയിൽ ഇല്ലാണ്ടായത്, പടച്ച തമ്പുരാന്റെ നിഷേധിക്കടാൾ ഈ ഭൂമിയിൽ ഇല്ലാണ്ടായത്. എല്ലാം അല്ലാഹുക്ക് സുജൂദിന്റെ സാലിഹീങ്ങളായിട്ട് മാത്രമുള്ള ആളുമാർ ബാക്കിയുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അകത്യ വണ്ടില്ലല്ലേ ദീന പരിപൂർണമായിട്ട് അണ്ടത്തെ കാലത്തെ പടിപ്പാട്ടി കൊടുത്തോ. ശത്രുടങ്ങാറുമില്ല. ഇന്നങ്ങ യഥാർത്ഥ മുസ്ലിം ആയിട്ടുള്ളത് ഇന്നൊരു പ്രബോധനത്തെ അകത്തില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമുടെ പടച്ച തമ്പുരാന് മരിപ്പാട്ടിയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമുടെ കാല കഴിഞ്ഞിട്ട് ഈ ഉമ്മത്ത് സന്തോളത്തിൽ ഇന്നോട്ടിന്നൊരു കാല കുറെ ടൈം കഴിഞ്ഞപ്പോ നമുക്ക് ശത്രുടങ്ങാറും ഇല്ലാണ്ടായപ്പോ ഓരോരുത്തരും മനുഷ്യങ്ങനെ കലങ്ങുക തുടങ്ങിയത്, മലിനാവുക തുടങ്ങിയത്, അഹങ്കാരം പറകു തുടങ്ങിട്ട് കൽബുകോ കിബർ പറകു തുടങ്ങിട്ട് തെല്ല് കാസിയാറായപ്പോ തെല്ല് തോള് പവറിയാറായപ്പോ നാണന്തുകു കുറുടി ചെന്ന മനുഷ്യ ഭരിക്കുക തുടങ്ങിയ കുറെ ആളുമാർ അടിയാളാക്കുക വേണയുടെ പ്രയത്നാക്കിയ ഇല്ലാത്ത പാവത്തങ്ങളെ മേലെ ജബർദസ്താക്കുക തുടങ്ങിയ അങ്ങനെ റായത്തിലുള്ള ഒരാളാവുക പ്രയത്നാക്കിയ അങ്ങനെ ആളായൽ പിന്നെ റബ്ബിടെ അകത്യ ബണ്ടില്ല ചില രൂപത്തിലായിട്ട് ഞങ്ങളുടെ കൽബുടെ ഉൾഗത്തില് ഈ സമ്പാദന നണ്ടര്, ഈ ആസ്തി നണ്ടര്, ഈ അധികാര നണ്ട മെഹനത്ത് കൊണ്ടിട്ടുണ്ടായത് ഇതെല്ലാം നക്ക് സംബന്ധപ്പെട്ടത്. ഇത് റബ്ബ് തന്നതല്ല. റബ്ബുക്കും ഇതുക്കും ഒരു സംബന്ധം ഇല്ല ചില രൂപത്തിലായിട്ട് ഇവിടെ കൽബുൽ കുഫ്രിയത്തും അതേപോലെ കൽബുൽ നിഫാഖും വന്ന് സീറിയത്. അങ്ങനെ തുടങ്ങി തിറായത്തിൽ ബടക്കത്തറ, അങ്ങനെ തുടങ്ങി തിറായത്തിൽ അക്രമവും അന്യായവും അനീതിയും തുടങ്ങിയത്. അങ്ങനെ റായിടി ഫസാദാവുക തുടങ്ങിയത്. പടച്ച തമ്പുരാനക്ക് സുജൂദ് ഇട്ട ആളുമാർ നല്ല ഒരു ജനറേഷൻ തീനപ്പോ നല്ല ആളുമാർ മരിച്ചു പോയപ്പോ അതിൽ പിന്നെ അവിടെ ആളുമാർക്ക് അല്ലാഹുടെ മേളിൽ ചിന്തയില്ലാണ്ടായത്, പടച്ചറപ്പിടെ മേളിൽ പേടിയില്ലാണ്ടായത്, പുതിയ പണ്ട് ജനറേഷൻ ബെടക്കാവുക തുടങ്ങിയത്. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമുദായത്തെയും ഒരു മനുഷ്യനും അന്യായമായിട്ട് പടച്ച തമ്പുരാൻ ശിക്ഷിക്കില്ല. ഒരു സമുദായത്തെയും ഒരു റായത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമമായിട്ട് നാശാക്കിയ ചരിത്രമേ ഇല്ല, നാശാക്കണവും അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആളെ കടത്തിയ അങ്ങനെ ആയിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബണ്ടര്, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ബണ്ടര്, ബഹുമാനപ്പെട്ട സയ്യിദുനാ യാഖൂബ് നബി അലൈഹിസ്സലാം ബണ്ടര്, യൂസുഫ് നബി അലൈഹിസ്സലാം ബണ്ടര്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇല്യാസ് നബി അലൈഹിസ്സലാം ബണ്ടര്, അല്യസ നബി അലൈഹിസ്സലാം ബണ്ടര്. ഇങ്ങനെ ഓരോരോ അമ്പിയാക്കന്മാരും റായത്തിലെ ബടക്കത്തറ തുടങ്ങുന്ന സന്ദർഭത്തില് പടച്ച തമ്പുരാന് കടത്തി കൊടുക്കൂടാ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ കടത്തി കൊടുത്തിട്ട് ആളുമാർക്ക് ദീന പടി പാട്ടറോ, ദൈവത്തെ ചെന്നു കൊടുക്കറോ, ബടക്കത്തറ ദൂറാക്കുക ചെന്നു കൊടുക്കറോ. അങ്ങനെ ആളുമാർക്ക് ജാഗ്രതയാക്കുക വേണ്ട ആ ബഹുമാനപ്പെട്ട അമ്പിയാക്കന്മാർ അല്ലാഹു കടത്തിയ ആളുമാർ
നല്ലാക്കടയുള്ള പ്രയത്നം ആക്കുക തുടങ്ങിയറ്. ഒരാൾ മാറി ഈമാൻ ഉൾക്കൊള്ളുക തുടങ്ങിയറ്. ഇസ്ലാമത്തെ പറകു തുടങ്ങിയറ്. സുജൂദുടക തുടങ്ങിയറ്. പടച്ചറബുക ആരാധനാക്കുക തുടങ്ങിയറ്. അങ്ങനെ ആളുമാർ ഇസ്ലാമുക വേണ്ട സന്ദർഭത്തിൽ ആ മുസ്ലിമിടങ്ങൾ അന്യായാക്കുക ശത്രുടങ്ങൾ ഉണ്ടായറ്. മുസ്ലിമിടങ്ങ പോകുമ്പത്ത് കടിക്കും കുത്തകും പറയും ആളുണ്ടായത്. അങ്ങനെ ശത്രുടങ്ങ ശക്തിയായറ്. മുസ്ലിമിടങ്ങളെ ജീവിതത്തെ എടുക്കുക പ്രയത്നാക്കിയറ്. ഇങ്ങത്തല്ല അന്യായവും അക്രമവും തുടങ്ങിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നും കടത്തിയ അമ്പിയാക്കന്മാർക്ക് അല്ലാഹു തആല ചെന്നു കൊടുക്കുന്ന ആളുമാർക്ക് എച്ചരിക്ക കൊടുക്കുക. ശത്രുടങ്ങൾക്ക് എച്ചരിക്ക കൊടുക്കുക. ഖാറൂനുടെ ചരിത്രം കേട്ടതല്ലേ? നമ്രൂദിന്റെ ചരിത്രം പഠിച്ചതല്ലേ? ഫിർഔനുടെ ചരിത്രം നിങ്ങൾ പഠിച്ചതല്ലേ മുസ്ലിമേ? അതെല്ലാത്തിലും ധാരാളം ഉണ്ട്. നിങ്ങൾക്ക് ചരിത്രം പഠിക്കുക. നിങ്ങൾ നോക്കിയുള്ളൂ. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം നബിയായിട്ട് പണ്ട കാണുമെന്നുള്ള ഫിർഔനായിട്ട് ഇവിടെ രാജാവോ അവന് ചെന്നതേ നടക്കൂ. അവനുകെ സുജൂദിടണോ. അന റബ്ബുകുമുൽ അഅ്ലാ. നാണായിട്ട് ഇവിടെ നിങ്ങളെ ഉന്നത തമ്പുരാനെ പടച്ചവണ് നാണായിട്ട് ഇവിടെ നന്റെ കാലയുടെ അടിയിലായിട്ട് ഇവിടെ നദി നടന്നവർ സഞ്ചരിച്ചുകൊണ്ടുള്ളത് നാണായിട്ട് ഇവിടെ ദൈവ ചെന്നിട്ട് നാണായിട്ട് ഇവിടെ സ്വർഗവും നിറക്കും തണ്ടത് ചെന്നിട്ട് അവനുക്ക് നമ്പിക്ക വീച്ചാളുമാർ അവന്റെ കോട്ടയ്ക്ക് 10 പാട്ടിയ സകലമാണ് സവലത്തും മങ്ക് കൊടുത്ത ആരവന്റെ വിരോധാക്കടറ ഞങ്ങളെ കുമ്പിടി തീക്കിട്ടിട്ട് കരിച്ച ഇന്ന ഫിർഔന അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചമ്മജാഗല ഫിർഔനുടെ ചരിത്ര ചിലയുടെ ആയത്തിൽ ധാരാളം ഉണ്ട്. ചരിത്രം എത്രമോ സൂറത്തിലുണ്ട് അവന്റെ ചരിത്രം. അഹങ്കാര കാട്ടി എത്രത്തോളം അവന്റെ ധിക്കാറാക്കട ആളും മാറുള്ളറല്ലേ? അവന് ചെന്നതുപോലെ കേൾക്കാത്ത ആളും മാറുള്ളറല്ലേ? കൊമ്പോയിട്ട് ചിലുബക്ക് 10 പാട്ടിയതുപോലെ മറുത്തേക്ക് കൊമ്പോയിട്ട് ആണടിച്ച് കൊന്നോണ്ടിന്ന കൈക്കും രണ്ട് കാളുകും നെഞ്ഞുകും ആണടിച്ചിട്ട് വലിയ വില മറത്തേക്ക് തൂക്കി വീച്ചോണ്ടിന്ന തണ്ണില്ലാണ്ട് തിന്നുകില്ലാണ്ട് ആ മനുഷ്യനെ ഉണക്കി കൊന്നോണ്ടിന്ന അതേപോലെ കൊമ്പിട്ട് വലിയ വില തോടെടുക്കണത് തോടിൽ കൊമ്പിട്ട് തീടെ കണൽ റാസിയിടത് അവന്റെ നമ്പിക്ക ബീച്ചില്ലാണ്ട് കണ്ണൻ കൊമ്പോയിട്ട് ആ തീടെ കണൽ കൊമ്പോയിട്ട് എറിടത് ഇങ്ങനത്തെ അക്രമ തുടങ്ങിയപ്പോ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനുടെ ഔത്ര ഉൽഗത്തിൽ വളർന്ന ആള് മൂസാ അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുക്ക് നബുവത്ത് കൊടുത്ത മൂസാ നബി അലൈഹിസ്സലാം ദീനി ദഅവത്ത് തുടങ്ങിയത് ഫിർഔനുടെ മുഖ നോക്കിട ചെറുടെ നീണല്ല റബ്ബ് അല്ലാ നന്റെയും നിന്റെയും പടച്ചവണു അല്ലാ സൂര്യത്തെയും ആ ചന്ദ്രത്തെയും ആകാശത്തെയും ഭൂമിയുടെയും സൗരമണ്ഡലത്തിൽ കിട സകലமான ഗ്രഹത്തെയും പടച്ചവണു അല്ലാ. അതുകൊണ്ട് അല്ലാഹു മാത്രം സുജൂദിടൂ ചെന്നപ്പോ പരിയാളന്മാർ നമ്പിക്ക വെച്ച് ഇസ്ലാമിയുടെ പറകു തുടങ്ങിയപ്പോ ഫിർഔന് മുസ്ലിമായ ആളുമാരെ പടച്ച തമ്പുരാനക്ക് സുജൂദിട ആളുമാരെ അല്ലാഹുക്ക് നിസ്കരിക്കുന്ന ആളുമാരെ ഈമാനിന്റെ ആളുമാരെ അന്യായാക്കട സന്ദർഭത്തിൽ അല്ലാഹു തീർമാനാക്കിയ നന്റെ മുഅ്മിനിടങ്ങളെ നന്റെ മേലെ പിരിസബീക്കിടങ്ങളെ നന്റെ മേലെ ഈമാനിന്റെ ആളുമാരെ രക്ഷപ്പെടുത്തുക നന്റെ കർത്തവ്യമല്ല ചെന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുസ്ലിമായ ഉമ്മത്തുക്കും ഫിർഔനുടെ അക്രമ സൈക്കുക തീരാത്ത സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ ചെന്നത് മൂസാ നബിയേ റായബുഡുർ മൂസാ നബിയേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉമ്മത്തും റായബുട്ടറ് ചരിത്രം നിങ്ങൾ 100 വട്ട കേട്ടത് ചെറിയ നനപ്പ് മാത്രം ആക്കിക്കൊണ്ടുള്ളത്. അങ്ങനെ റായബുട്ട സന്ദർഭത്തിൽ ഓടിയിട്ട് മുട്ടുജാഗി എത്ര സന്ദർഭത്തിൽ നെയിൽ നദിരെ കരക്കെത്തിറ്. നെയിൽ നദിരെ വിശാലമായ അറേബ്യൻ സാമ്രാജ്യത്തിലെ അതി ഉദ്ധത്തെയും അതി അകലത്തെയും നദിയായിട്ട് നൈൽ നദി ചെല്ലത്. ആ നൈൽ നദിരെ അറുകെത്തിയപ്പോ എതിർഭാഗത്തിൽ തണ്ണിയും പരഭാഗത്ത് നോക്കുന്ന സന്ദർഭത്തിൽ ഫിർഔനും കൂട്ടറും ഉള്ളത് പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി കേക്കട യാ അല്ലാഹ് കരകള് ശത്രുങ്ങ ഉള്ളറിനാറാ എതിർഭാഗത്തിൽ നൈൽ നദി ഉള്ളതിന് റബ്ബേ നീ എല്ലാം റായപ്പെടുക ചെന്നോട്ടുള്ളത് എങ്ങനെ രക്ഷപ്പെട്ടത് അല്ലാ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമുടെ ചിലട് മൂസാ നബിയേ നിങ്ങളെ കയ്യിൽ നിന്ന് ബെത്തത്തിൽ ഒന്ന് തണ്ണിക്കുന്നടിക്കറോ. മൂസാ നബി അലൈഹി
അലൈഹിസ്സലാം കയ്യിൽ നിന്ന് ബെത്തത്തില് തന്നി കുറി അടി കൊടുത്തപ്പോ തന്നി ഇങ്ങനെ രണ്ട് ഭാഗാവിടോ ഐശ്ര കിട്ടുന്നത് പോലെ ഐശ്ര ബ്ലോക്ക് ആയതുപോലെ രണ്ട് ഭാഗത്തില് തണ്ണി ബാക്കി നൈലതിരെ സഞ്ചാരം നിണ്ടെത്തവിടെ നടുഭാഗ റോഡ് അങ്ങനെ കണ്ടെത്ത് മൂസാ നബിയും ഉമ്മത്തും അക്കരക്ക് പോയിട്ട് എത്ര സന്ദർഭത്തില് ഈ റോഡ് കണ്ട ഫിറഔനും കൂട്ടറും നടിക്കുന്നത് കിളിഞ്ഞറ് തന്നില്ലാത്ത സുന്ദരമായ ഹൈവേ അങ്ങനെ ഇളിഞ്ഞറ് നൈൽ നദിയിൽ നടുക്കെത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിടൽ ചെല്ല് തണ്ണിയെ നിന്റെ പണിയാക്കുന്നതാണ്. തണ്ണി അങ്ങനെ സഞ്ചരിക്കുക തുടങ്ങിയപ്പോ സകല ആളുമാർ ഒരാളും ബാക്കിയാവാണ്ട് എല്ലാം നൈൽ നദിയിൽ മുങ്ങിക്കുളി മുങ്ങിട്ട് ചത്തുപോകു തുടങ്ങിയത്. ആ സന്ദർഭത്തിൽ ലാസ്റ്റ് കഥ ഫറോവ അഥവാ ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി തണ്ണിയുടെ ഒഴുക്കത്തിൽ ചേരുള്ള മുങ്ങുടെ സന്ദർഭത്തിൽ ഒരു പളക്കച്ചലട പടച്ചവന് നിണ്ടലും മൂസാനെ വിടലും ഇന്നതാണ് നമ്പിക്ക പേക്കട തമ്പുരാനെ ചെന്നിട്ട് അങ്ങനെ ചൊല്ലുകുബാനായിട്ട് അഥവാ ഷഹാദത്ത് കലിമ ചൊല്ലുകുബാനയുടെ ബായി തുറന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഫിറഔനുടെ പെരടി പിടിച്ചിട്ട് നൈൽ നദിയുടെ അടിഭാഗത്തിൽ ചേരെടുത്തിട്ടുണ്ട് ബായിക്ക് തള്ളി കൊടുത്തിട്ടോ മുണ്ടാണ്ട് തീള നീണ് ഇന്ന് ദമ്മെടുത്തുറകു തീറ നീണ് ആക്കിടതെല്ലാം ആക്കിൽ പിന്നെ ഇപ്പമാനിക്ക് സുധാരക മനസ്സാവിടുത് വേണ്ട ചെന്നിട്ട് അങ്ങനെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ചെന്നോണ്ടുള്ളത് അൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. പരിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ് പഠിപ്പാട്ടിയോണ്ടുള്ളത് നിന്റെ ചകത്ത് ഞങ്ങ ഖിയാമനാളത്തോളം ബണ്ടാളും മാർഗ് പാട്ട പഠിപ്പാട്ടൊക്കെ വേണായിട്ട് ഞങ്ങൾ എടുത്ത് വെക്കിടാണ്ട് അല്ലാഹു ചെന്നതുപോലെ 3116 വർഷത്തോളം നൈൽ നദിയുടെ ഒഴുകത്തില് ചകായിട്ട് ഫിറഔന് മുങ്ങിച്ചത്ത് കിടന്നിട്ടിന്നവന്റെ ചക 3116 വർഷം നൈൽ നദിയിൽ ബാക്കിയായിട്ടിന്ത് ചീഞ്ഞു പോയിട്ടില്ല, പുളു തിണ്ടിട്ടില്ല, മീണ് തിണ്ടിട്ടില്ല, നാറി പോയിട്ടില്ല. എങ്ങനെ ചത്രണ അതേപോലെ 3116 വർഷം കഴിഞ്ഞൽ പിന്നായിട്ട് കിട വിജ്ഞാനിമാർ നൈൽ നദി സർച്ചാക്കിടത് ദീർഘചരിത്രയത് മുസ്ലിമിടങ്ങളും അതേപോലെ ക്രൈസ്ത മിഷനറിമാർ അറേബ്യൻ സാമ്രാജ്യമുള്ള ചർച്ച നടക്കട ഇപ്പുറത്തേക്ക് 180 വർഷത്തേക്ക് മുന്നുള്ള നടത്ത ചരിത്ര മുസ്ലിമുകളായ ആലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിച്ച ആലിമീങ്ങൾ ഫിറഔനുടെ ചകൽ നൈൽ നദിയിലുണ്ട് ചെന്നിട്ട് ഉറപ്പിച്ച് തറപ്പിച്ച് ചെന്നപ്പോ വൈജ്ഞാനിക സമുദായത് നിഷേധാക്കിയത് സർച്ചാക്കിയത് വർഷഘട്ടലെ സർച്ചാക്കിയാൽ പിന്നെ നൈൽ നദിയിലെ ചക കിട്ടിയത് ഫോറൻസിക് റിപ്പോർട്ട് എടുത്ത് നോക്കണ സന്ദർഭത്തില് 3116 വർഷം വയസ്സുണ്ട് ആ ചകത്ത് ചെന്നിട്ട് സയൻസ് ചെന്നിട്ട് ആയിരക്കണക്കിന് ആളുമാർ അത് കണ്ടിട്ട് ഇസ്ലാമിയുടെ യാഥാർത്ഥ്യത്തെ കണ്ടിട്ട് ഇസ്ലാമിക്ക് വന്ന ചരിത്ര ഇണ്ടും ഈജിപ്തിൽ ഈജിപ്തിയുടെ പിറമിഡ് ഉൾഗത്തിലിന്റെ മ്യൂസിയം ആയിട്ട് എതിരെ പരിസരത്തിൽ നിന്ന് മ്യൂസിയങ്ങള് അവന്റെ ചകത്തെ ഇണ്ടും അങ്ങനെ മേയെടുത്ത് ബീച്ചറ് ആർക്ക് പോയെങ്കും നോക്കുക അവിടെ ഫിറൗനുടെ ചകത്ത് ചെന്നോണ്ടുള്ളത് മനുഷ്യ മുഅ്മിനായ ആളുമാരെ തുടകപോണ്ട സന്ദർഭത്തിൽ പടച്ചതമ്പുരാൻ ശത്രുടെ ഇല്ലാണ്ടാക്കടാ പടച്ചവനെ ശത്രുടെ ഇല്ലാണ്ടാക്കടാ കാള കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഉമ്മത്ത് നല്ല രൂപത്തിൽ ജീവൻ നടത്തക്ക് തുടങ്ങിയത് അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അകത്ത് ഇന്ന് വണ്ടില്ലല്ലേ പടച്ചതമ്പുരാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വഫാത്താക്കട മരിപ്പാട്ടറ അതിൽ പിന്നെ അങ്ങനെയായ ചന്തത്തിലെ സമാധാനത്തിലെ പടച്ചതമ്പുരാനക്ക് സുജൂദിട വർഗം മാത്രം ഇന്നപ്പോ കാള കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഹിരിയാളുമാർ അങ്ങനെ മരിക്കു പോകു തുടങ്ങിയത് പുതിയ ജനറേഷൻ പുതിയ സമുദായ പുതിയ മക്കിങ്ങനെ പറകു തുടങ്ങിയപ്പോ അങ്ങ് ഇസ്ലാമുടെ ബുടുകു തുടങ്ങിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമുടെ ബുഡ്ര ആളും മാറ് പറകു തുടങ്ങിയപ്പോ പടച്ചവന്റെ അങ്ങ് ഇൻകാറാക്കട ആളും മാറുണ്ടായപ്പോ അല്ലാഹു ശത്രുടെ സൃഷ്ടിക്കടാ ശത്രുടങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് അല്ലാഹു ശക്തി കൊടുക്കടാ നമ്രൂദ്ക്ക് ശക്തി കിട്ടിയത് അങ്ങനെ ഫിറഔനുക്ക് ശക്തി കിട്ടിയത് അങ്ങനെ ഖാറൂനുക്ക് ശക്തി കിട്ടിയത് അങ്ങനെ ഹാമാനുക്ക് ശക്തി കിട്ടിയത് അങ്ങനെ അബൂജഹലുക്കും നുതുബത്തുക്കും ശൈബത്തുക്കും ശക്തി കിട്ടിയത് അങ്ങനെ മുസ്ലിമായ ആളുമാർ ഇസ്ലാമിയുടെ ബുട്ടുപോണ്ട സന്ദർഭത്തില് അക്രമയാറാവുടെ സന്ദർഭത്തില് മുസ്ലിമിടങ്ങൾ അന്യായവും അനീതിയും ഞാറാവുടെ സന്ദർഭത്തില് അല്ലാഹു ചിലപ്പോ ശത്രുടക്ക് ശക്തി കൊടുക്കൂടാ അങ്ങളിൽ അല്ലാഹു അടിപ്പാട്ടറാ സാലിഹിങ്ങളല്ലാ അടിപ്പാട്ടങ്ങൾ അല്ലാഹു തീർക്കുക പ്രയത്നാക്കടാ ഇതല്ല ധാരാളം ഉണ്ട് ചരിത്ര ചിലപ്പോ നിങ്ങൾക്ക് ചൊല്ലുമ്പോ അർത്ഥായില്ലാണ്ട് പറ ചെന്നോട്ടുള്ളത് മനുഷ്യ
മുസ്ലിം ഇടങ്ങയപ്പോ ഇസ്ലാമുടെ ശക്തി ഇസ്ലാമുടെ ആ സംസ്കൃതിയെ വലിച്ചെറിഞ്ഞോണ്ടുള്ളറാ ആ സന്ദർഭത്തിൽ പടച്ച തമ്പുരാൻ മുസ്ലിം ഇടങ്ങളെ ടെസ്റ്റ് ആക്കരുത്. ചിലപ്പോ ശത്രുടങ്ങൾക്ക് ശക്തി കൊടുത്തിട്ടായിട്ടിക്കൊകുമ്പയി ഇണ്ടും നടന്നുകൊണ്ടുള്ളത്. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധ ഇസ്ലാം പ്രബോധന തുടങ്ങിയപ്പോ റസൂലുള്ളാഹി തങ്ങളെ മേലുള്ള ക്രമ തുടങ്ങിയത് അല്ലാഹുവിന്റെ റസൂലുടെ അന്യായാക്കുക തുടങ്ങിയത് കൊള്ളക സമയത്ത് സ്കെച്ചിടുക തുടങ്ങിയത് അതേപോലെ ഇസ്ലാമുക്ക് വന്നാളുമാർക്ക് അന്യായ തുടങ്ങിയത് ഇസ്ലാമുക്ക് വന്നാളുമാർക്ക് ഉപദ്രവവും അക്രമവും തുടങ്ങിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഇസ്ലാമായ മുഅ്മിനായ ആളുമാർക്ക് പടച്ച തമ്പുരാൻ സംരക്ഷണം കൊടുക്കുക തീരുമാനാക്കിയ ബദർ യുദ്ധം ഉണ്ടാവടോ അബൂജഹലുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്ത് കളഞ്ഞ ഇങ്ങനത്തെ എത്രമോ ചരിത്രം ഇതെല്ലാം ചെന്നോണ്ടുള്ളത്. മനുഷ്യ ഇന്റെ എവിടെല്ല മുസ്ലിമിടങ്ങ ഉള്ളറോ അവിടെല്ല സമസ്യമേ ഉള്ളത്. എവിടെല്ല മുസ്ലിമിടങ്ങ ഉള്ളറോ അവിടെല്ല സമസ്യമേ ഉള്ളത്. മുസ്ലിമിടങ്ങളെ ചോര കുടിക്കണ ആളുമാർ, മുസ്ലിമിടങ്ങളെ ലൂട്ടര ആളുമാർ, മുസ്ലിമിടങ്ങളെ റായത്തെ പെട്രോളിട്ട് ഊത്തി കുടിക്കണ ആളുമാർ, ഈ രൂപത്തിൽ എവിടെ നോക്കിയുള്ളൊരു മുസ്ലിമിടങ്ങ അന്യായം അനുഭവിച്ചുകൊണ്ടുള്ളത്. എന്തേണ്ട് കാരണം ഞങ്ങൾ ചിന്തനാക്കിട്ടുള്ളമാ നോക്കിയുള്ളൊരു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മക്ബന്ന മക്കാ നഗരി അല്ലാഹുവിന്റെ റസൂൽ ഇണ്ടും അന്തി ഉറങ്ങിയോണ്ടുള്ള മദീന നഗരി അതിന്റെ പരിസരത്ത് സമയത്ത് അന്യായ തുടങ്ങിയത്, അനാചാര തുടങ്ങിയത്, അക്രമ തുടങ്ങിയത്, ബടക്കത്തറ തുടങ്ങിയത്, ഗവൺമെന്റ് ബടക്കത്തർക്ക് പെർമിഷൻ കൊടുക്കുക തുടങ്ങിയത്, പിക്ചർ ടോക്കീസ് ഉണ്ടായത്, ക്യാബര അരനഗ്ന രൂപത്തിൽ പെണ്ണും മക്കളെ ഡാൻസ് തുടങ്ങിയത്, പാട്ട് തുടങ്ങിയത്, DJ തുടങ്ങിയത്, എല്ലാ ബടക്കത്തറവും മക്കയും മദീനയുമുള്ള കഅബ ശരീഫ് ഇന്ന് ദുനിയാവിൽ നിന്ന് സകലമാന മുസൽമാൻ ആരാധനാക്കിക്കൊണ്ടുള്ള ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് അല്ലാഹു ആരാധനാക്കടറ ആ തിരിഞ്ഞ് നിൽക്കുന്ന ഭാഗമായിട്ട് ഇവിടെ പരിശുദ്ധ കഅബാലയത്തെ പരിസരത്ത് സമയത്ത് മലിനാവുക തുടങ്ങിയത് അവിടെ രാജാക്കന്മാർ നേതൃത്വം കൊടുത്തത് ആരോ യഹൂദിമാരാ നസ്രാണിമാരാ അല്ല ബദലക ഇതുപോലെ അല്ലാഹുടെ ഔലിയാക്കന്മാരെ ഖബർ സിയാറത്താക്കരുത് ശിർക്ക്, മാലയും മൗലിദും ഓതുന്നത് ശിർക്ക്, റാതീബും ഖുതുബിയത്തും ശിർക്ക്, മന്ത്രിച്ച് ഊതുന്നതല്ല ശിർക്ക്, തവസ്സുൽ ഇസ്തിഗാസ ശിർക്ക്. ഇങ്ങനെ ചിലരുടെ വഹാബിമാരായിട്ട് കിടറ് ഇണ്ടതുക്കെല്ലാത്തും ബടക്കത്തരത്തിന് നേതൃത്വം കൊടുത്തോണ്ടുള്ളത് വഹാബി ഗവൺമെന്റ് ആയിട്ട് കിട അവിടെ ഇന്ന മക്കത്തിലും മദീനത്തിലും ഇന്ന നൂറുകണക്കിൽ ആയിരക്കണക്കിൽ ഖബർ ശരീഫിടെ പൊളിച്ച് വലിച്ചെറിഞ്ഞത് ബഹുമാനപ്പെട്ട അമ്പിയാക്കന്മാർ എത്രമോ ഖബറിടങ്ങ പൊളിച്ചെറിഞ്ഞത് വഹാബിമാർ എന്ത് കേറ് ശിർക്ക് ചെന്നിട്ട് ഖദീജ ബിബി റളിയല്ലാഹു അൻഹായുടെ ഖബറുടെ സമയത്ത് പൊളിച്ചെറിഞ്ഞത് എന്ത് കേറ് ശിർക്ക് ചെന്നിട്ട് എത്രയോ ഇമാമടങ്ങളെ ഖബർ ശരീഫിടെല്ലാം നലസമാക്കിയത് എന്ത് കേറ് ശിർക്ക് ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വർഗ്ഗഭൂമിയായിട്ട് കിട ജന്നത്തുൽ ബഖീഅയുടെ മദീനത്തെ ഖബർസ്ഥാന് ആയിരക്കണക്കിന് സ്വഹാബത്ത് 10,000-ഓളം സ്വഹാബത്ത് കടന്നുറങ്ങുന്ന സ്വർഗീയ ഭൂമി അതിൽ എത്രമോ കുബ്ബയിന്ത് എത്രമോ ഖബർ ശരീഫിന്ത് ദർഗാ ശരീഫിന്ത് എല്ലാം വഹാബി സർക്കാർ ധൂളി പട്ടാക്കിയത് എന്തെങ്കിൽ അതെല്ലാം ശിർക്ക് ചെന്നിട്ട് എത്രത്തോളം ആറായത്തിൽ മൗലിദും ഖുതുബിയത്തും ഇല്ലാണ്ടാക്കിയത് തറാവീ നിസ്കാരത്തെ എല്ലാം 8 റക്അത്താക്കിയത് അങ്ങനെ ഇസ്ലാമുടെ ചിഹ്നമായിട്ട് എന്തെല്ലാം ഉണ്ട് എല്ലാം ധൂളി പട്ടാക്കുക തുടങ്ങിയത് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്രമോ ഖുർആനിലെ ആയത്തും സൂറത്തും ഇറങ്ങിട്ടിന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ദച്ചോണ്ടിന ദാറുൽ അർഖമിൽ നിന്ന് അകയന്ത് എത്രയോ സ്വഹാബത്ത് ഇസ്ലാമുക്ക് വന്നവുത്ര അത്രയും പൊളിച്ചിട്ട് ആ ജാഗല കക്കൂസ് കെട്ടിയറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ റസൂലുക്ക് ജന്മ കൊടുത്ത മക്കത്തെ പള്ളിയുടെ പരിസരത്തിലുള്ള അല്ലാഹുവിന്റെ റസൂലുടെ ഔത്തുരെ അതര സന്ദർശന കടറ് എവിടെ പോയിട്ട് ബർക്കത്ത് മുത്രറ് ചെന്നിട്ട് അതര ലൈബ്രറി ആക്കി വിട്ടറ് അതിലുൾക്കത്തിലും കക്കൂസും പായ്ക്കാനയും മനുഷ്യ അല്ലാഹു ബഹുമാനിക്കുക ചെന്ന ജാഗട ബർക്കത്തുള്ള ജാഗട ഐതിഹാസികമായ അമ്പിയാക്കന്മാരെ സ്പർശന കൊണ്ട് ധന്യമായ പവിത്രമായ ജാഗടെല്ലാം മലിനാക്കി വിട്ടറി എന്ത് ശിർക്ക് ചെന്നിട്ട് പേര് വെച്ചിട്ട് അതെല്ലാം തൗഹീദ് വേണായിട്ട് പടച്ചതമ്പുരാനുക്ക് ചെന്നിട്ട് വഹാബി സർക്കാരെല്ലാം ധൂളി പട്ടാക്കിയത് അതേ വഹാബി ഗവൺമെന്റ് ആയിട്ട് മുസ്ലിമേ ഇണ്ട് ക്യാബറ നടത്തിയോണ്ടുള്ളത് പെണ്ണുമക്കൾ അരണഗ്ന രൂപത്തിൽ
ചിത്രീകരണവും ഡാൻസും കളിയും നടക്കണത്. എന്തെല്ലാം ബടക്കത്തറുണ്ട്, എല്ലാ ബടക്കത്തർക്കും പെർമിഷൻ കൊടുക്കുന്ന രൂപത്തിലായിട്ട് സൗദി അറേബ്യത്തെ ഗവൺമെന്റ് അവസ്ഥ ഉള്ളത്. ചുറ്റുഭാഗത്തെ രാഷ്ട്രത്തെ ചരിത്രമുള്ള നാളെ ചിലടകത്ത് ഇല്ലല്ല നണ്ടൊക്കെ ആണ് യാറെ നിങ്ങൾക്ക് കൊണ്ടുള്ളതല്ലേ. അതുകൊണ്ട് മനുഷ്യ ഇങ്ങനല്ല അനാചാര മുസ്ലിമിടങ്ങളെ ഇടല് തുടങ്ങിയപ്പോ പടച്ചതമ്പുരാന് ശത്രുടങ്ങൾക്ക് ശക്തി കൊടുക്കുക തുടങ്ങടാ. ഞങ്ങളെ റായത്തെ പരിസ്ഥിതി മതക്ക് വിരോധല്ല. മനുഷ്യ മുസ്ലിമോ ഒക്കെ അള്ളാഹുടെ സഹായം ഉണ്ടാവുടെ സംശയമേ ഇല്ല. മുഅ്മിനൊക്ക ഏത് കാലത്തിലും പടച്ചതമ്പുരാന്റെ സഹായം ഉണ്ടാവുടെ സംശയമേ ഇല്ല. ഇണ്ട് നോക്കിയുള്ളവർ ഞങ്ങളെല്ലാവരും മുസ്ലിം ചെന്നിട്ട് അഭിമാനത്തിൽ ഞങ്ങൾ ചെന്നോട്ടുള്ള മുന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തിൽ വാതിൽ ചെന്നെ നനപ്പൊന്നാണ് വജ്ജഹ് റബിസിയ നിങ്ങൾക്ക് ചെന്നൊട്ടിക്കുമ്പോ അതിലൊരു പളക്കമുണ്ട്. ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ നിശ്ചയമായിട്ടും നിന്റെ എല്ലാ നിസ്കാരവും നിന്റെ സകലമാന സത്കർമ്മവും അല്ലാഹുവേ വമഹിയായ വമമാതി നിന്റെ ഹയാത്തും നിന്റെ മൗതും ലില്ലാഹി റബ്ബിൽ ആലമീൻ. വിശ്വത്തെ സംരക്ഷണാക്കടെ അല്ലാഹുകായിട്ട് കട് ചെന്നിട്ട് നാണും നീനും വജ്ജഹത്ത് ഓതുറ. അങ്ങനെ പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കടാ, നിസ്കാരത്തിൽ സുജൂദ് ഇടാ. അങ്ങനെ നിസ്കാരല്ല കഴിഞ്ഞാൽ പിന്നെ ആ സുജൂദ് ഇട്ട മനുഷ്യന്മാർ അക്കൗണ്ടുള്ള സ്വറ നോക്കിയുള്ളവരുണ്ട്. നിങ്ങ പട്ടി വ്യവഹാരത്തിൽ സുജൂദ് ഇടവണില്ല, കക്കട കൂട്ടത്തിൽ സുജൂദ് ഇടവണില്ല, ചീട്ട് കളിക്കടങ്ങളെ കൂട്ടത്തിൽ നിസ്കരിക്കടവണില്ല. അതേപോലെ മനുഷ്യ ഗാഞ്ചത്തെ പറകള് പോണ്ടവണോ പള്ളിക്ക് ബണ്ട, അതേപോലെ കള്ള് കുടിക്കടവണോ പള്ളിക്ക് ബണ്ടങ്ങളെ കൂട്ടത്തിൽ പെട്ടവണോ. എല്ലാ കള്ളത്തനത്തിൽ പോലീസരങ്ങ പിടിച്ചറേണ്ട കണ്ടെങ്കിൽ അവന് പള്ളിക്ക് നിസ്കരിക്കുക ബണ്ടങ്ങളെ കൂട്ടത്തിലും അവനുള്ള. അതേപോലെ മനുഷ്യ റായത്തിൽ റൗഡി നടക്കുന്ന സന്ദർഭത്തില് ആരെയും കൊലയും കൊള്ളയും നടക്കുന്ന സന്ദർഭത്തില് കൂടുതൽ നിസ്കരിക്കടവണേ ഉള്ളേ. അങ്ങനെ നിസ്കരിക്കടവണ എല്ലാ പടക്കത്തറും അവന്റെ ശരീരത്തിൽ അവണ് അളവടിക്കാക്കുക തുടങ്ങിയപ്പോ, നല്ലതും പടക്കും മിക്സ് ആക്കുക തുടങ്ങിയപ്പോ ഇസ്ലാമുടെ പേരും വെച്ചിട്ട് ഇസ്ലാമുടെ വേഷവിധാനത്തില് ഇസ്ലാമുടെ സംസ്കൃതി ആക്കണത്തിന് ഒട്ടിಗೆ പടച്ച തമ്പുരാന് പരിശുദ്ധ ഖുർആനിൽ കഠിനമായിട്ട് വിരോധിച്ചിട്ടിന്ന് കള്ളുകുടിയും വ്യഭിചാരവും വ്യാപകമായിട്ട് പോയോണ്ടുള്ള ഒരേ മുസ്ലിമുക്ക് ഉണ്ട് ചണ്ടുമുഖ, ഒരേ മുസ്ലിമുക്ക് ചണ്ടുമുഖ. മുസ്ലിം ചെന്നെങ്കിൽ 6-8 ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെല്ലടത് അവന് കള്ളു കുടിക്കില്ല, അവന് വ്യഭിചരിക്കില്ല, അവന് കക്കില്ല, അമല പദാർത്ഥത്തെ പിറകിൽ അവന് പോണ്ടില്ല, അന്യായത്തെയും അക്രമത്തെയും പിറകിൽ അവന് പോണ്ടില്ല, ബഡ്ഡിയുടെ പിറകിൽ അവന് പോണ്ടില്ല. അവനായിട്ട് യഥാർത്ഥ മുസ്ലിം അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി ശഫീഉനാ റസൂലുള്ളാഹ്. മുസ്ലിം ചെന്നെങ്കിൽ 6 കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെലട് അവന്റെ നിരക്കരലിന്ന ഒരു മുസ്ലിമും അല്ലെങ്കിൽ പരിസരത്തുള്ള ഒരു മുസ്ലിമും സംബന്ധപ്പെട്ടതും സംബന്ധം ഇല്ലാത്ത ഒരു മുസ്ലിമും ഓന്റെ നാവ് കൊണ്ടിട്ടാ ഓന്റെ കൈ കൊണ്ടിട്ടാ അന്യായം അനുഭവിക്കില്ല. അഥവാ ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിം ചെന്നെങ്കിൽ 6 കേട്ടെങ്കിൽ നിന്റെ നാവ് കൊണ്ട് ഇന്നൊരു മുസ്ലിമുക്ക് അന്യായം ഉണ്ടാവില്ല, നിന്റെ കണ്ണ് കൊണ്ടിട്ട് ഇന്നൊരു മുസ്ലിമുക്ക് അന്യായം ഉണ്ടാവില്ല, നിന്റെ വ്യവഹാരത്തിൽ പിന്നൊരു മുസ്ലിമുക്ക് അന്യായം ഉണ്ടാവില്ല, നിന്റെ കൈ കൊണ്ടിട്ട് ഇന്നൊരു മുസ്ലിമുക്ക് അന്യായം ഉണ്ടാവില്ല. അവനായിട്ട് യഥാർത്ഥ മുസ്ലിം ചെന്നിട്ട് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപാട്ടെങ്ക ഇന്ന് കുടുംബത്തിൽ പരസ്പര അടിപിടി, നിരക്കരണങ്ങളെ വിഷയത്തിൽ അടിപിടി. എന്തുകയാറെ സ്വന്തം പാപ്പ കടിക്കട മക്കയില്ലേ, ഉമ്മ കടിക്കട മക്കയില്ലേ, ഇലവണും മൂത്തണും കൊത്തിട്ടും കുത്തിട്ടും തീർക്കട എത്രയോ ആള് മാറി ഇലവണും മൂത്തവണില്ലേ. എല്ലാവരും മുസ്ലിം അങ്ങക്ക് ചെന്നോണ്ടുള്ളത് അങ്ങ പള്ളിക്ക് പോണ്ടവണോ, ഖുർആൻ ഓതരവണോ, റമളാനിൽ നോമ്പ് പിടിക്കടവണോ, ഹജ്ജിക്ക് പോണ്ടവണോ, ഉംറക്ക് പോണ്ടവണോ, അവന്റെ പേരും മുസ്ലിമോ. അവന്റെ നാവ് കൊണ്ട് എത്രമോ ആള് മാറി അന്യായം അനുഭവിക്കട. അവന്റെ നാവിൽ എന്തെല്ലാം ഫിത്നയും ഫസാദും നടക്കട. നിരക്കരുള്ള ഒരു പൊതുവറകു പുറുസത്തില്ല അവൻ അക്രമാക്കുക തുടങ്ങടാ. നാവ് കൊണ്ടിട്ട് അന്യായ പ്രായത്തിൽ വേറെ നിങ്ങളുടെ ജാഗ്രത വ്യവഹാരാക്കുമ്പോലെ ഇല്ല. ഓന്റെ നാവ് കൊണ്ട് ഫിത്നയും ഫസാദും തുടങ്ങിയത്. അങ്ങനെ നാവ് കൊണ്ട് അക്രമാക്കിടവണോ, കൈ കൊണ്ട് അന്യായാക്കിടവണോ, അവണ് യഥാർത്ഥ മുസ്ലിം അല്ല. ചെന്നിട്ട് നിങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാം പടിപ്പാട്ട സന്ദർഭത്തില് നിങ്ങൾ ഇസ്ലാം എത്തിവിടെ ഉണ്ട് നോക്കിയുള്ളോ.